സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മഴക്കെടുതിയും വളരെയധികം രൂക്ഷമാണ്. ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഈ രണ്ട് ജില്ലകൾ ഒഴിച്ചുള്ള 12 ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ് സാധ്യതയാണുള്ളത്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 10 ജില്ലകളിലും കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലുമാണ് ഇന്ന് അവധിയുള്ളത്. വരുന്ന ദിവസത്തെ PSC പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. 4, 5, 6, 8 തീയതികൾ, അതായത് ഇന്ന് ഉൾപ്പെടെയുള്ള തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചതായി PSCയും അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടുക്കിയിലെയും വയനാട്ടിലെയും സ്കൂളുകൾക്കും അവധിയാണ്. പത്തനംതിട്ടയിലും മഴക്കെടുതി രൂക്ഷമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. പത്തനംതിട്ടയിൽ തന്നെ റാന്നിയും തിരുവല്ലയും ആറന്മുള മേഖലയും ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. അരക്കെട്ടോളം വെള്ളമാണ് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ സംസാരിക്കുന്നതാണ്. അതിനിപ്പോഴും ഒരു ശമനമില്ല. നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. തിരുവല്ലയിലാണ് കൂടുതൽ ക്യാമ്പുകളുള്ളത്. കോഴഞ്ചേരി, മല്ലപ്പള്ളി, റാന്നി എന്നിവിടങ്ങളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വളരെയധികം രൂക്ഷമാണ്. കുറ്റൂർ തിരുവല്ല റോഡിൽ വെള്ളക്കെട്ട് മൂലം MC റോഡിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളതും. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ പ്രളയ മേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. ആറന്മുളയിലായിരിക്കും ആദ്യം പോവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാന്നിയും ആറന്മുളയും ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. അവിടെ ഈ നിരവധി ക്യാമ്പുകൾ ഉണ്ട്. പക്ഷേ ആദ്യം ആറന്മുളയിലാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാല ഉൾപ്പെടെയുള്ള കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമുണ്ട്. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ വെള്ളക്കെട്ടിൽ കാണാതായ മണേർക്കാട് സ്വദേശി ശരണിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കും. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്ന് കൂടുതൽ പരിശോധന ഉണ്ടാകും. മഴ മാറാത്തതിനാൽ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടുമില്ല. വേങ്ങര റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടരുന്ന സ്ഥലമുടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. കോഴിക്കോടേക്ക് വരുമ്പോഴേക്കും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 32 ഇടങ്ങളിലായി 1000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോഴിക്കോട് കഴിയുന്നത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു എന്ന് വേണം പറയാൻ. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുന്നൊരു സാഹചര്യവുമുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴേക്കും മഴയ്ക്ക് ശമനം വന്നു എങ്കിൽ പോലും മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. വയനാട്ടിലാവട്ടെ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വയനാട്ടിൽ പ്രവർത്തിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് വയനാട്ടിൽ അവധിയുള്ളത്. ബാക്കി എല്ലായിടത്തും തന്നെ പ്രവൃത്തി ദിനമാണ്. കണ്ണൂരിൽ ആവട്ടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കുള്ള തിരച്ചിൽ ഉടൻ തന്നെ തുടങ്ങും. രാജേഷ്, ഹനീഫ എന്നിവരെ കാണാതായിട്ട് 4 ദിവസമാകുന്നു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടത്തെ കണക്കനുസരിച്ച് ജില്ലയിൽ 6 ക്യാമ്പുകളിലായി 456 പേരാണുള്ളത്. പാലക്കാട് വരുമ്പോഴേക്കും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 97.5 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 96.07 മീറ്ററാണ്. അണക്കെട്ടിന് സമീപത്തുള്ളവരും പുഴയുടെ ഇരുകരകളിലെ താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. പുഴയിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കർശനമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്.
നമ്മൾ ആദ്യം ശശിനാരായണനിലേക്ക് പോകുന്നു. പത്തനംതിട്ട ജില്ലയുടെ കാര്യങ്ങൾ അറിയാൻ പത്തനംതിട്ടയിലാണെന്ന് മുഖ്യമന്ത്രി എത്തുകയും ചെയ്യുന്നത്. ശശിനാരായണൻ, പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് പോകാം. നമുക്ക് ആദ്യം നിലവിലെ പത്തനംതിട്ടയിലെ സാഹചര്യം നോക്കുക. ഇപ്പോൾ റാന്നിയും ആറന്മുളയും ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ, പ്രത്യേകിച്ച് കുറച്ചധികം മണിക്കൂറുകൾ അർദ്ധരാത്രി മുതൽ പെയ്ത മഴ ആദ്യത്തെ ദിവസത്തിൽ തന്നെ മുങ്ങിപ്പോയ ഒരു സ്ഥലമാണ് പത്തനംതിട്ട. ആ സാഹചര്യം നിലവിലും ഉണ്ടോ? ഇപ്പോഴും അതിന് കുറവുണ്ടോ? പ്രത്യേകിച്ച് അരക്കെട്ടോളം വെള്ളമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്, പ്രത്യേകിച്ച് സിറ്റി ഭാഗങ്ങളിൽ. ഇന്നതിന് ശമനമുണ്ടോ, കുറവുണ്ടോ? പത്തനംതിട്ടയിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ശക്തമായ മഴയുണ്ടോ? വരും മണിക്കൂറുകളിൽ എന്താണ് സാഹചര്യം ഉണ്ടാവേണ്ടത്? ഈ പത്തനംതിട്ടയില് ഇന്നലെ രാത്രിയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ആറന്മുളയിലാണ് ഏറെ ദുരിതം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആറന്മുളയും അപ്പർ കുട്ടനാടുമാണ് ഏറെ ദുരിതം നിലനിൽക്കുന്നത്. കാരണം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന പ്രദേശമായി ആറന്മുളയും അപ്പർ കുട്ടനാട് മേഖലയും പോകുന്നു. പ്രത്യേകിച്ച് പുറ്റൂർ തിരുവല്ല MC റോഡിൽ വെള്ളക്കെട്ട് കാരണം ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ റാന്നിയിൽ ഒരു ആശ്വാസം ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ മഴ പെയ്തോടി ഉപാസനക്കടവിന്റെ അവിടെ മാത്രമാണ് വെള്ളം കയറിയത്. അതോടെ പിന്നീട് വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയാറ്റിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. പക്ഷേ ഈ വെള്ളം ഇറങ്ങിയത് ആറന്മുളയിലും ഒപ്പം തിരുവല്ല കുറ്റൂര് മേഖല, അത് കടപ്ര, നിരണം തുടങ്ങിയ പെരിങ്ങര തുടങ്ങിയ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ ദുരിതമാണ് വിതച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീമൂലപുരം എന്ന് പറയുന്ന തിരുവല്ലയിലെ ഒരു 250ഓളം വീടുകൾ ഇപ്പോഴും ഈ വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യം തിരുവല്ലയിൽ നിലനിൽക്കുന്നു. MC റോഡിലെ ഗതാഗതം വളരെ ഈ ദുരിതമായി മാറി. കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ മാത്രമാണുള്ളത്. ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും വലിയ ഗതാഗത കുരുക്ക് MC റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടില് വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി സമാനമായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് കാരണം തിരുവല്ലയിൽ ഈ അപ്പർ കുട്ടനാട്ടിലെ വെള്ളം പൊക്കത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതാണ്. അച്ചൻകോലാറ്റിലെ ജലനിരപ്പിന് നേരിയ കുറവുണ്ട്. അതേസമയം പമ്പയാറിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ ഇന്നലെ തുറന്നിരുന്നു. അതിപ്പോഴും ആ സ്ഥിതി തന്നെയാണ്. ഡാമുകളിലെ ജലനിരപ്പിന് കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. അതേസമയം ഈ പമ്പയാറ്റിലെ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരൊഴുക്ക്, അത് പമ്പയാറ്റിലെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2-3 ദിവസമായി തുടരുന്ന ഈ വെള്ളക്കെട്ട്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ആറന്മുളയിൽ നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും ആ വെള്ളം ഇറങ്ങി ചെല്ലുന്നത് തിരുവല്ലയാണ്. ആ തിരുവല്ല അടക്കമുള്ള ചെങ്ങന്നൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ആ പ്രദേശത്തെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുപാട് ആളുകൾ മടിച്ചിരുന്നു. പക്ഷെ അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ ഈ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ചിലർ 2ാം നിലയുടെ മുകളിലാണ് താമസിക്കുന്നത്. അവരെ നിർബന്ധപൂർവ്വം ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവരെ അവിടുന്ന് നീക്കം ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെയും മെനഞ്ഞാന്നുമായി 2-3 ദിവസമായി കൃത്യമായി പത്തനംതിട്ടയിൽ നടപ്പിലാക്കുന്നത്. അതായത് മന്ത്രി വിഷ്ണുനാഥും ഒപ്പം റവന്യൂ മന്ത്രി IP അനിൽകുമാറും MLA മാരും അടങ്ങുന്ന വലിയ സംഘം തന്നെ, സന്നദ്ധ പ്രവർത്തകർ അടക്കം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഒപ്പം അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആറന്മുളയിൽ മുഖ്യമന്ത്രി എത്തുന്നത്. അതിനുശേഷം റാന്നിയിലും എത്തും. ഈ 2 സ്ഥലങ്ങളിലും തിരുവല്ല അടക്കമുള്ള മേഖലകൾ സന്ദർശിച്ചിട്ടാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വരുന്ന ഒരു പശ്ചാത്തലം അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് നോക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം വിവാദമായിരുന്നു. അതിന് ന്യായീകരണവുമായിട്ട് മുഖ്യമന്ത്രി എത്തിയെങ്കിൽ പോലും ആ ഉള്ള വിവാദങ്ങൾ ഒന്ന് നിൽക്കുന്നുണ്ട്. 2, സർക്കാർ കൃത്യമായ നടപടി ഇക്കാര്യങ്ങളിൽ എടുത്തില്ല, കൂടുതൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചില്ല എന്നുൾപ്പെടെയുള്ള വിവാദങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത്. ആദ്യം ആറന്മുളയിൽ എത്തുമെന്ന് മനസ്സിലാകുന്നു, ഉച്ചയോടുകൂടി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു ക്ഷീണം സർക്കാർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വരുന്നത് അതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് നോക്കുമ്പോഴേക്കും എങ്ങനെ വിലയിരുത്തേണ്ടി വരും? തീർച്ചയായിട്ടും അത്തരം ഒരു വിമർശനം നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ എത്താതിരുന്നതിനെ സംബന്ധിച്ചും ഈ രാഷ്ട്രീയപരമായിട്ട്, അതായത് ഈ പ്രളയ സമാനമായ വെള്ളപ്പൊക്കത്തിന് കാരണം ഈ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ അത് വലിയ രീതിയിൽ ഉണ്ട്. കാരണം സഹായം ലഭിക്കാതിരിക്കുന്നു, ആളുകൾക്ക് കൃത്യമായി മരുന്ന്, വെള്ളമൊക്കെ ലഭിക്കാതിരിക്കുന്നുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിൽ അടക്കമുള്ള കുടിവെള്ളം പോലും ലഭിക്കാത്ത ക്യാമ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി CPM നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ
മുഖ്യമന്ത്രി ഈ പ്രളയ സമയത്ത് ഈ അദ്ദേഹം മറ്റൊരു കാര്യങ്ങൾ ഈ ഊണ് കഴിച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതൊക്കെ വലിയ വിവാദമായി മാറിയിരിക്കുന്ന അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് മുഖ്യമന്ത്രി വരാതെ പോയത് അത് ഔചിത്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിന് മറുപടി പറയാനും സാഹചര്യമുണ്ട്. നിലവിൽ ജനങ്ങൾ വളരെ പ്രതിസന്ധിയിലും ദുരിതത്തിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ നടപടികൾ വലിയ വിമർശനം ഉണ്ടാക്കുന്ന രീതിയിലേക്കായി എന്നുള്ളതാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ജില്ലയിലെ സന്ദർശനത്തിന്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി ഇതിന് ശേഷം റാന്നിയും തിരുവല്ലയും അതുപോലെ തന്നെ കോഴഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതബാധിതരെ നേരിട്ട് ക്യാമ്പുകളിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും മടങ്ങുക. എന്തായാലും ഇപ്പോൾ മഴ മാറിയ സമയമാണ്. നേരിയ രാത്രി മഴയുണ്ടായിരുന്നു, പക്ഷേ മേഘാവൃതമാണ് ആകാശം. നിലവിലത്തെ സാഹചര്യത്തിൽ റാന്നിയിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ആറന്മുളയിലും ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലും ഇപ്പോഴും ഗതാഗത തടസ്സം തുടരുകയാണ്. അവിടെ ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീട്ടിൽ ക്യാമ്പിൽ നിന്നും ആളുകൾ തിരികെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ജില്ല സന്ദർശിക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. എന്തായാലും ചില സഹായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമുള്ള കാര്യങ്ങളുണ്ടെന്ന കാര്യം ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അറിയാം. ഇതിന്റെ രാഷ്ട്രീയമായ ഒരു മാനം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാര്യം യെസ്, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകർ, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ക്ഷീണം ഉണ്ടാക്കിയൊരു വിഷയമാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും ഒരു വലിയ ക്ഷീണം ഉണ്ടാക്കിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും ക്യാമ്പുകൾ സന്ദർശിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തുന്നതോടുകൂടി തന്നെ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട്, അവിടെ ഉള്ളവരെ എങ്ങനെയായിരിക്കും ചേർത്ത് പിടിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പത്തനംതിട്ടയിൽ ആറന്മുളയിലായിരിക്കും ആദ്യം എത്തുക, പിന്നീട് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് മുഖ്യമന്ത്രി പോകും.